നമുക്ക് എല്ലാവർക്കും അറിയുന്ന രാഹുൽ മാങ്കുട്ടത്തിന്റെ ഒരു ഇപ്പോഴും ഹോട്ടായിട്ടിരിക്കുന്ന ഇഷ്യൂ. ഗുഡ് മോർണിംഗ്. പിന്നെ അതിന്റെ കൂടെ അതിന്റെ വള്ളി പിടിച്ച് നമ്മുടെ രാഹുൽ ഈശ്വർ പോയി. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. ഐ തിങ്ക് അറൌണ്ട് 14 days ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പെട്ടിരിക്കുകയാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. മതി മതി, ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പം അവര് പൊതുവെ വർക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ദേ വോണ്ട് ടു റിലാക്സ് ഓർ ദേ വോണ്ട് ടു സ്ട്രെസ് റിലീസ് അവരുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ ഇതൊക്കെ അല്ലാതെ വേറെ എന്താണ് അവർക്കുള്ളത്? പോയിന്റ് പുട്ടിൻ ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് പോയി. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞേയില്ല. ആർക്കും അതൊന്നും കാണണ്ട. ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. ആർക്കും അറിയണ്ട. രാഹുലിന് ഇത് കിട്ടിയോ, ജാമ്യം കിട്ടിയോ? രാഹുൽ ഈശ്വർ ഹങ്കർ സ്ട്രൈക്കിലാണ്. ഭക്ഷണം കഴിച്ചോ, വെള്ളം കുടിച്ചോ? ഇത് എനിക്ക് വിശക്കടൂ, 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. വൈകുന്നേരം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചായ കുടിക്കുമ്പോ എന്തെങ്കിലും ഒരു കടി വേണ്ടേ? ആ കടിയാണ് ഈ സംഭവം. ആ കടി നമ്മുടെ മീഡിയാസ് പ്രോപ്പറായിട്ട് എല്ലാവർക്കും ആവശ്യത്തിലേറെ കൊടുക്കുന്നുണ്ട്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ സോഷ്യൽ മീഡിയ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളെ ഒറ്റ ദിവസം കൊണ്ട് നേരെ താഴെ ഇറക്കാം. ഗായ്സ്, വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു ഗായ്സ്. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.